അല്പം വ്യക്തമായിട്ട് കൂടി സഭയ്ക്ക് പറയാൻ കഴിയില്ലേ? ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ആ നിലപാടുകൾ പറഞ്ഞും പറയാതുമൊക്കെ ഇതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒരു സന്ദേശം പുറത്തേക്ക് നൽകേണ്ട ആവശ്യമുണ്ടോ? പ്രധാനമന്ത്രി ഇപ്പോൾ റാഫേൽ തട്ടിൽ കാണുമ്പോൾ അതിനകത്ത് രാഷ്ട്രീയം ഉണ്ടെന്ന് തോന്നില്ല. പക്ഷെ BJPയെ സംബന്ധിച്ച് അവർക്ക് അവരുടെ രാഷ്ട്രീയം കാണും. അത് രാഷ്ട്രീയ പാർട്ടി നിലയ്ക്ക് പ്രധാനമന്ത്രി അതിന്റെ നേതാവ് നിലയ്ക്ക് എല്ലാ മതസമൂഹങ്ങളോടും അദ്ദേഹം ഒരേപോലെ പ്രവർത്തിക്കാണ്. നമുക്കറിയാം രാമജന്മഭൂമി ബാബറി മസ്ജിദ് വിഷയം ഉണ്ടായി. ഇപ്പൊ രാമജന്മഭൂമി അവിടെ രാമക്ഷേത്രം ഉയർന്നു. അവിടുത്തെ അതുമായിട്ട് ബന്ധപ്പെട്ട ആ മുസ്ലിം സഹോദരന്മാരും അവിടെ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഭാരതത്തിന്റെ അർത്ഥം തന്നെ നാണത്വത്തിന്റെ ഏകത്വമാണ് ഭാരതത്തിന്റെ പൈതൃകം തന്നെ. അപ്പൊ സ്വാഭാവികമായും മുൻകാലഘട്ടങ്ങളിൽ എല്ലാ സമുദായങ്ങളും ഇവിടെ ഒന്നുചേർന്ന് ജീവിച്ചിരുന്ന ഒരു സ്ഥലമാണ്. അതിന് മാറ്റങ്ങൾ ഉണ്ടായ ഒരു കാലഘട്ടം ഈ ഒരു അടുത്ത കാലഘട്ടമാണ്. അതിൽ നിന്നും പഴയ ഇതിലേക്കുള്ള തിരിയപ്പോക്കാണ് നമ്മളെ കാണാം. ക്രൈസ്തവ സമൂഹവും ഈ സമൂഹത്തോടും ഇവിടുത്തെ സംസ്കാരത്തോടും എക്കാലവും ഇഴുകിച്ചേർന്ന ഒരു സഭാ സമൂഹമാണ്. ഈ ക്രൈസ്തവ സമൂഹത്തെ വേണ്ടെടുത്തേണ്ട കാര്യമില്ല. 2000 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു സമൂഹം എന്ന് പറയാൻ ക്രൈസ്തവ സമൂഹമാണ്. തോമസ് ഇവിടെ വന്ന കാലം മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ 2000 വർഷക്കാലവും ഈ സഭാ സമൂഹം ഇവിടുത്തെ സമൂഹത്തിൽ ജനിക്കുകയും ജീവിക്കുകയും വളരുകയും ചെയ്തതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും നോക്കേണ്ടത് ഇത്രയും കാലത്തിനിടയ്ക്ക് ഇവിടെ ഈ പറയുന്ന രീതിയിലുള്ള ക്രൈസ്തവ രീതിയിലുള്ള വളർച്ചയോ ഇവിടെ ആ രീതിയിലുള്ള ഒരു മതപരിവർത്തനം ഞങ്ങൾ നടത്തിയിട്ടില്ല. ക്രൈസ്തവരുടെ ലക്ഷ്യം പോലും മതപരിവർത്തനമല്ല, മനപരിവർത്തനമാണ്. യേശുക്രിസ്തുവിനെ മനസ്സിലാക്കി കൊടുക്കുക, അതിലൂടെ യേശുക്രിസ്തുവിന്റെ പാതയിലൂടെ സഞ്ചരിക്കുക. അങ്ങനെ സുസ്ഥിരമായ സമാധാനവും ശാന്തിയും അവർക്ക് പുരോഗതി ഉണ്ടാകുക എന്നുള്ള ചിന്തിക്കുന്ന ഒരു സഭാ സമൂഹം ആ രാജ്യത്തിന്റെ തലവനെ കാണുന്നതിന് അതൊന്നും വലിയ അധികം രാഷ്ട്രീയം കാണേണ്ട കാര്യമില്ല. BJP പോലെ രാഷ്ട്രീയ പാർട്ടിക്ക് കേരളത്തിൽ വളരാൻ വേണ്ടി ഞാൻ പറഞ്ഞിരുന്നു പേര് ഇതെല്ലാം ഒരു കിഡ്പ്രോക്കെയാണ്. ഇങ്ങോട്ട് എന്തെങ്കിലും ലഭിച്ചാൽ നമുക്ക് അങ്ങോട്ട് കൊടുക്കാൻ തന്നെ യാതൊരു മടിയില്ല. ഭരണാധികാരി നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതാണ്. ഇവിടുത്തെ പാവപ്പെട്ടവരായ ഇവിടുത്തെ ജനസമൂഹം മുഴുവൻ, പ്രത്യേകിച്ച് യൂത്ത് മുഴുവൻ, ക്രൈസ്തവ യൂത്ത് മുഴുവൻ ഇവിടെ വിട്ടു പോവാണ്, ഈ രാജ്യം വിട്ട്. ഇനി ഭാരതം വിട്ട് മറ്റുള്ള യൂറോപ്പിലേക്കോ ഇല്ലെങ്കിൽ മറ്റ് അമേരിക്കയിലേക്കോ ആസ്ട്രേലിയയിലേക്കൊക്കെ പോവുകയാണ്. അതിനൊരു മാറ്റം വരുന്നത് ഞങ്ങൾക്ക് ആവശ്യമാണ്. ഇവിടുത്തെ കാർഷിക മേഖലയെ സംരക്ഷിക്കുവാണെങ്കിൽ ഇല്ല റബ്ബർ മേഖല മാത്രമല്ല, നെൽകൃഷി അടക്കമുള്ള എല്ലാ മേഖലകളെ പറ്റിയും ഈ ഗവൺമെന്റ്, നരേന്ദ്രമോദി ഗവൺമെന്റ് ഒരു ദിശാബോധം നൽകുകയും അതിൽ ഇവിടുത്തെ ഞങ്ങളെ കൂടെ ഭാഗമൊക്കെ ആകുവാണെങ്കിൽ നമുക്ക് അവര് അധികാരത്തിൽ വരുന്നുണ്ട്, നമുക്ക് വിരോധമൊന്നുമില്ല. അവർക്ക് ഒരിക്കലും സ്വാഭാവികമായും ജനങ്ങളുടെ ചിന്തകൾക്കനുസരിച്ച് അല്ല. ശ്രീ PP ജോസഫ്, അല്പം മുൻപ് കാത്തലിക് ഫോറത്തിന്റെ ശ്രീ കെന്നഡി കരിമക്കാലിൽ പറഞ്ഞ താങ്കൾ കേട്ടെന്ന് വിചാരിക്കുന്നു. പല വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടുമ്പോൾ അതിനുള്ള മറുപടി ലഭ്യമായിട്ടില്ല. ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം അവഗണനയുടെ പാതയിലാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് കരുതി പോകുന്നത്. അപ്പോൾ ഇനി ഈ പ്രശ്നങ്ങൾ എവിടെയാണ് ധരിപ്പിക്കാൻ കഴിയുക? പ്രശ്നപരിഹാരം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥലത്താണ് ഞങ്ങളിതാ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നത് എന്ന് പറയുന്ന ഒരു കൂടിക്കാഴ്ചയാണ് എന്ന് വ്യാഖ്യാനിക്കും എന്നാണ് പറയുന്നത്. അതായത് ഇനിയൊരു ഷെൽട്ടർ അല്ലെങ്കിൽ ഒരു കംഫർട്ട് സോൺ ആയിട്ട് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ കാണുന്നത് സീറോ മലബാർ സഭയുടെ വക്താവ് തന്നെ, അമരക്കാരൻ തന്നെ ചെന്ന് കാണുന്നത് BJP സർക്കാരിലാണ്, BJP അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിലാണ് എന്ന് പറയുന്നിടത്ത് സ്വാഭാവികമായിട്ടും ഈ സമയത്ത് അതിനൊത്തൊരു കൃത്യമായ ഒരു രാഷ്ട്രീയം കൂട്ടിച്ചേർത്ത് വായിക്കപ്പെടും. തീർച്ചയായും നമുക്കിവിടെ കാണേണ്ട കാര്യം, ഇവിടെ നമ്മളെ രാഷ്ട്രീയത്തെക്കുള്ള സീറോ മലബാർ സഭയുടെ തലവൻ ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഡൽഹി സന്ദർശിക്കുകയാണ്. അപ്പോൾ രാഷ്ട്ര തലവനെ കാണുന്നു എന്നതിനെ അതിനെ ആ രീതിയിൽ മാത്രം കണ്ടാൽ മതി. രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞ നിരവധി പ്രശ്നങ്ങൾ ഇവിടെ ക്രൈസ്തവര് അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യപ്പെടാതെ കിടക്കുകയാണ്. ആ അഡ്രസ് ചെയ്യുന്ന പ്രശ്നങ്ങളുടെ അവസരം കിട്ടുമ്പോൾ സ്വാഭാവികമായും മേയർ ആർച്ച് ബിഷപ്പ് അവിടെ ഉന്നയിക്കും. മൂന്നാമത്തെ കാര്യം, ഇനിയും ചിലപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാൽ പോലും ഒരു സാധ്യതയുണ്ട് വീണ്ടും പ്രധാനമന്ത്രിയാകാൻ നരേന്ദ്രമോദി വരികയാണെന്ന് പറയാൻ പറ്റത്തില്ല. ഇവിടുത്തെ ഇന്ത്യൻ രാഷ്ട്രീയം മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അതിനുള്ള സാധ്യതകൾ ഒരു 70% സാധ്യത കൊടുക്കും. സ്വാഭാവികമായും വീണ്ടും വരാൻ പോകുന്ന 5 വർഷം BJP പോലൊരു രാഷ്ട്രീയ പാർട്ടിയും അതിന്റെ നേതാവും രാജ്യം ഭരിക്കുമ്പോൾ ഇനി നമ്മൾ 5 വർഷം കൂടെ ഇതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നമുക്ക് ലഭിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് ഇനി അനിയുക്തരായ ഗവൺമെന്റ് വരുന്നൊക്കെ നോക്കിയിരിക്കുന്നത് അർത്ഥശൂന്യമാണ്. അങ്ങനെയാണെങ്കിൽ സഭാധ്യക്ഷൻ കാണുന്നു എന്നുള്ള കാര്യം വ്യക്തം തന്നെ. പക്ഷേ സഭയെ സംബന്ധിച്ചിടത്തോളം, അൽമായരെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് ഏകപക്ഷീയമായ ഒരു രാഷ്ട്രീയ പ്രഖ്യാപനമായിട്ട് പരോക്ഷമായിട്ടാണെങ്കിൽ പോലും അങ്ങനെ വിലയിരുത്താൻ കഴിയുമോ? കൃത്യമായി വ്യക്തമായി ഭിന്ന നിലപാടുകളുള്ള ഒരു സഭയാണ് അത്. ഓരോ തവണയും അത് പുറത്തു വരികയും ചെയ്തിട്ടുള്ളതുമാണ്. അങ്ങനെ ആ രീതിയിലുള്ള ഒരു ഭിന്നിപ്പ് ഈ വിഷയത്തിനകത്ത് രാഷ്ട്രീയപരമായിട്ട് തന്നെ മധ്യ കേരളമാണ്. സ്വാഭാവികമായിട്ടും ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ ചിന്തിക്കുന്നത് ഏത് തരത്തിലാണെന്നുള്ളതെല്ലാം പുറത്ത് വ്യക്തമായി വന്നിട്ടുള്ളതാണ്. അതൊക്കെ വരാനുള്ള ഒരു സാധ്യതയില്ലേ?
തീർച്ചയായും നമ്മളിവിടെ കാണേണ്ട കാര്യമാണ്. ഇപ്പം രാഷ്ട്രീയപരമായിട്ട് നമ്മളിപ്പം ഇന്ന രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണയ്ക്കുക എന്നുള്ളതല്ല, ആശയങ്ങളോടും നമ്മൾ പറയുന്ന മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളോട് നമ്മൾ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളോട് പ്രതികരിക്കുന്നത് എങ്ങനെയാണ് നോക്കിയിട്ടാണ് നമ്മൾ തീർച്ചയായും മറ്റു കാര്യങ്ങളിൽ കിടക്കുന്നത്. ഇവിടെ ഈ ഗവൺമെന്റ് അല്ലെങ്കിൽ ബിജെപിയുടെ വിജയ് നായകമാർ ഉപരിയായിട്ട് പ്രധാനമന്ത്രി ഈ ക്രൈസ്തവ സമൂഹത്തിന് ഉറപ്പും അതിന് പാലിക്കത്തക്ക രീതിയിലുള്ള ഉറപ്പുകൾ നൽകുകയും അതിനനുസരിച്ചുള്ള നടപടികൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും പ്രധാനമന്ത്രിയുടെ പ്രവർത്തനങ്ങളെ നമ്മൾ സഹകരിക്കുന്നത് തെറ്റൊന്നുമില്ല. അതിന്റെ അതൊന്നും തെറ്റു പറയാൻ സാധിക്കത്തുമില്ല. കാലഘട്ടങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോ നമുക്ക് പറഞ്ഞില്ല, ഒരു ഗോവ പോലുള്ള സംസ്ഥാനം കിടക്കുമല്ലേ, അവിടെ ക്രൈസ്തവ ഭൂരിപക്ഷ സംസ്ഥാനമാണ്. അവിടെ ബിജെപി ഒരിക്കലും തെറ്റ് വരുന്നുണ്ടോ? ഇല്ലെങ്കിൽ മറ്റു പല സ്ഥലങ്ങളും അങ്ങനെയാണ്. പക്ഷേ അതിലെ തന്നെ തീവ്രവിഭാഗങ്ങളെ അവർ ഒതുക്കി നിർത്തുകയും അവരുടെ ചിന്താഗതികളെ മാറ്റി നിർത്തുകയും ഏതൊക്കെ മേഖലകളിൽ ഇവിടുത്തെ ക്രൈസ്തവ സമൂഹമായി ഇവിടെ സഹകരിക്കാൻ സാധിക്കുന്ന മേഖല സഹകരിക്കണം. അതുകൊണ്ട് തന്നെ മുസ്ലിം സമുദായം സഹകരിക്കാവുന്ന മേഖല സഹകരിക്കണം. എങ്കിൽ പോലും ഒരു ഭരണാധികാരി നിലയ്ക്ക് എല്ലാ സമൂഹത്തിനും സമുദായത്തിനും പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ള ഒരു വലിയ ഉത്തരവാദിത്വം കൂടെ പ്രധാനമന്ത്രിക്കുണ്ട്. അതിൽ ചില സ്ഥലങ്ങളിൽ നമ്മൾ പരാജയം സംഭവിക്കുമ്പോഴാണ് നമ്മളതിനെ എടുത്തെന്ന് പറയുന്നത്, മണിപ്പൂർ പോലുള്ള സ്ഥലങ്ങൾ. പക്ഷെ ആ വിഷയത്തിലും അമിത്ഷായുടെ ഇന്നത്തെ ഇന്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത് ആ വിഷയം ഉടൻ തന്നെ പരിഹരിക്കപ്പെടുവാണ്. ശുഭാപ്തി വിശ്വാസത്തോടെ നമ്മൾ കാത്തിരിക്കുന്നു. ഇവിടെ ഒരു സമാധാനപരമായ ഏറ്റവും വലിയ സമൂഹമാണ് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം. അതായത് മണിപ്പൂർ, ഞാൻ ഒരിക്കൽ കൂടി ശ്രീ പി ജോസഫ്, മണിപ്പൂര് ഉന്നയിക്കപ്പെട്ടാൽ, മണിപ്പൂർ ഉയർത്തിയ ആ മുറിവ് മായ്ക്കപ്പെടും, ആ രീതിയിലേക്കുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കും കേന്ദ്ര സർക്കാർ എന്നുള്ള ഒരു പ്രതീക്ഷ കേരളത്തിലെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കുണ്ട്. കുറഞ്ഞ പക്ഷം ഇത് സീറോ മലബാർ സഭയ്ക്കെങ്കിലും ഉണ്ട്. ഈ കൂടിക്കാഴ്ചയിൽ ക്രൈസ്തവരുടെ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യാൻ വേണ്ടി റാഫേൽ തട്ടിൽ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് അങ്ങനെ തന്നെ വേണം വിചാരിക്കാൻ. ആ ഒരു പ്രതീക്ഷയുണ്ട് അല്ലെ? അതായത് മണിപ്പൂർ വിഷയം പറഞ്ഞുകൊണ്ട് ഇനി മറ്റാരും കേന്ദ്ര സർക്കാരിനെ വിമർശിക്കേണ്ട ആവശ്യമില്ല എന്നുകൂടി ക്രൈസ്തവ സഭ കരുതുന്നു, സീറോ മലബാർ സഭ കരുതുന്നുണ്ടോ? തീർച്ചയായും മണിപ്പൂർ വിഷയത്തിൽ ഏറ്റവും അധികം അഫക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിലാണ്. കാരണം അവിടെ കുക്കികളും മെയ്തേയും തമ്മിലുള്ള ഒരു ഗോത്രവർഗം തമ്മിലുള്ള പ്രശ്നങ്ങളായിരുന്നെങ്കിലും അവിടെ ഏറ്റവും ഏതാണ്ട് 300ഓളം പള്ളികൾ, വിവിധ രീതിയിലുള്ള പള്ളികൾ തകർക്കപ്പെട്ടത് ഇവിടുത്തെ ക്രൈസ്തവരെയാണ്. വിദ്യാലയങ്ങൾ തകർക്കപ്പെട്ടത്. മറ്റൊരു സമുദായത്തിനും അത്രയും വലിയ നഷ്ടം ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായും അതിനെതിരായ ശക്തമായ പ്രതിഷേധം ഉണ്ടായി. അവിടെ സംഭവിച്ചത് ഭരണകൂടത്തിന്റെ ആ ഒരു ഇവരോട് ചെയ്ത സപ്പോർട്ടിനെയാണ് നമ്മൾ എതിർത്തത്. ഭരണകൂടം അതിനകത്ത് ശക്തമായ നിലപാടെടുക്കുമായിരുന്നെങ്കിൽ, അവിടുത്തെ ബീരൻ സിംഗ് നേതൃത്വമുള്ള മന്ത്രിസഭ ശക്തമായ നിലപാടെടുക്കുമായിരുന്നെങ്കിൽ ഈ പ്രശ്നത്തിന് മുമ്പേ പരിഹരിക്കപ്പെടുമായിരുന്നു. അവിടെ ഭരണകൂടത്തിന്റെ ആ പരാജയത്തെയാണ് നമ്മൾ ഉയർത്തി കാണുന്നത്. നാളെ ഇതുവരെ അതിനെപ്പറ്റി നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടില്ല. തീർച്ചയായും നമുക്ക് വേദനാജനകമായ ഒരു കാര്യമാണ്. പക്ഷേ അതിൽ നിന്നൊരു മാറ്റമാണ് ഇപ്പോൾ അമിത്ഷാ ആയിക്കോട്ടെ, ഇല്ല പ്രധാനമന്ത്രി ഈ ദിവസങ്ങളിൽ അതിനെപ്പറ്റി പറയുമെന്നാണ് പറയുന്നത്. നമ്മളെ സംബന്ധിച്ച് ഇനിയും നിരവധിയായ കാര്യങ്ങൾ ഇവിടെ ക്രൈസ്തവ സമൂഹം നാളുകളിൽ ഭീഷണി നേരിടുന്നുണ്ട്. അതൊക്കെ ഒന്ന് അഡ്രസ് ചെയ്യാനും ഈ കാര്യങ്ങൾ നമ്മളെ സംബന്ധിച്ച് പ്രൊട്ടക്ഷൻ കിട്ടുകയൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മളെ ഇവിടുത്തെ ജനങ്ങൾ അവർക്ക് ഇഷ്ടത്തോടെ വോട്ട് ചെയ്യുന്നതൊന്നും ആർക്കും നമുക്ക് തടയാൻ പറ്റില്ല. ഓരോ പൗരന്റെ അവകാശമാണത്. അതിനിപ്പം അവിടുത്തെ മേയർ ആർഷപ്പ് അവിടെ പോയി ക്രൈസ്തവരോട് വോട്ട് ചെയ്യണമെന്ന് പറയാനല്ല പറയുന്നത്. പക്ഷെ ഞങ്ങൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങൾക്ക് പ്രധാനമന്ത്രി നിലയ്ക്ക്, ഭരണാധികാരി നിലയ്ക്ക് ഞങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി തരണം. നാളുകളിൽ ആ പോയിന്റ് വ്യക്തമാണ് ശ്രീ പി ജോസഫ്. ശ്രീ ജോർജ് പൊടിപ്പാറ,